വിനോദസ്വാമിക്ക് കൊടുത്ത വാക്കുപ്രകാരം ഇന്ന് ചെയ്യുന്നത് യേശുക്രിസ്തു ബെത്സയിദ എന്ന് പറയപ്പെടുന്ന ഒരു കുളക്കരയിലെ അവിടെ യെരുശലേം ദേവാലയത്തിൻ്റെ അടുത്തുള്ള തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരു ദിവസം കടന്നു പോകുന്ന വേളയിൽ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ രോഗികളായിട്ടുള്ള ആളുകൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി അവിടെ ആ കുളക്കരയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെള്ളമിളകുന്ന സമയത്ത് ആ കുളക്കരയിൽ കുളത്തിലിറങ്ങുന്ന ഒരാൾക്ക് രോഗശാന്തി കിട്ടുന്നതായിട്ടാണ് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അനേകം പേർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 38 വർഷമായി തളർവാദം ബാധിച്ച ഒരു വ്യക്തി അവിടെ കിടപ്പുണ്ടായിരുന്നു. 38 വർഷമായിട്ട് അദ്ദേഹത്തിന് തളർവാദമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ കുളത്തിലിറങ്ങാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ട്, എടുത്തിറക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും ഈ വെള്ളം ഇളകുന്ന സമയത്ത് അതിനകത്ത് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രോഗശാന്തി കിട്ടിയില്ല എന്നുള്ളതാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശു അവരെ കണ്ട് മനസ്സറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അവൻ പറഞ്ഞത്, കർത്താവേ, എനിക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ യേശു പറയുകയാണ്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വേളയിൽ തന്നെ അവൻ്റെ ജന്മനാ മുടന്തനായിരിക്കുന്ന ആ മുടന്ത് മാറുകയാണ്. മാറിയിട്ട് അയാളോട് പറയുകയാണ്, ആ തളർവാദ രോഗിയോട് പറയുകയാണ്, നിന്റെ കിടക്കയും എടുത്ത് നീ നടന്നു പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു. കിടക്കയും എടുത്ത് നടന്നു പോകുന്നത് കാണുകയാണ്. എല്ലാവർക്കും വളരെ വലിയൊരു അത്ഭുതം തോന്നി. ഇത്ര രീതിയിൽ ഇത്രയും വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു വ്യക്തിയോട് കിടക്കയും എടുത്ത് നടക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പോഴും അവിടെയും കുറേ കുത്തിരിപ്പുകാരുണ്ടെന്ന് ഓർക്കണം. അവർ പറയുകയാണ്, ഇന്ന് സാബത്ത് ദിവസമാണ്, ഇന്ന് കിടക്കയെടുത്ത് നടക്കുന്ന ഒരു തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് സാധിക്കാത്ത കാര്യമാണ്, ഇന്ന് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമമാണോ എല്ലാം എന്ന് നമുക്ക് വളരെ സംശയം തോന്നാവുന്നതാണ്. കാരണം ഈ സാബത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വേണ്ടിയുള്ളതല്ല, മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യർ അന്ന് ഒരു നന്മ പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയൊക്കെ സൗഖ്യം കൊടുക്കുന്ന വലിയൊരു തെറ്റായിട്ടൊക്കെ കാണുന്നൊരു സമൂഹത്തിലായിരുന്നു അന്ന് യേശുക്രിസ്തു ജീവിച്ചിരുന്നത്. യേശുക്രിസ്തു ഇത്ര അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെയാണ് യേശുക്രിസ്തു സത്യത്തിൽ പടപൊരുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തളർവാദ രോഗിയോട് അല്ലെങ്കിൽ ഞാൻ നിന്നെ വെള്ളത്തിലിറങ്ങാൻ സഹായിക്കാമെന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തു ആ നിമിഷം തന്നെ യേശുക്രിസ്തുവിന് സൗഖ്യം കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം സൗഖ്യം നൽകുന്നവനായിട്ടാണ്.